ആ അയ്യോ ഈ എന്ത് ബാഗൊക്കെ എത്തി. ഞാൻ ഔത്തേക്ക് കേറിയിട്ട് പറഞ്ഞാ പോരെ, ഇവിടെ നിന്നിട്ട് തന്നെ പറയണോ? ഉം കേറി വാ. എന്താടി എന്താണ്? ഞാണ്ട് പോണില്ല. നിക്കണില്ലേ? ഒരു കാരണവും ഇല്ലാതെ ഇക്ക അടിക്കണമ്മ. ഒരു കാരണവും ഇല്ലാതെ അടിക്കേ? ഈ നോണ അറിയണ്ടട്ടാ. ഉമ്മക്ക് ഇന്നെ വിശ്വാസല്ലേ? ഞാൻ ഉമ്മാന്റെ മോളല്ലേ? ഉമ്മക്ക് തിന്നൊന്ന് വിശ്വസിച്ചാല് ഈ എന്തെങ്കിലും വേണ്ടാത്തേ ചെയ്യേ പറയ ചെയ്തിട്ടുണ്ടാവും. അല്ലാതൊന്നും അങ്ങനെ തല്ലൊന്നുമില്ല. ഓൻ അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ. ഓനെ കണ്ടേല് വെച്ചിട്ട് ഓനാണ് ഓരോടെ നല്ലതുള്ളത് തോന്നുന്നു. ഉമ്മത് അങ്ങനെയല്ല. അവിടൊക്കെ പിടിച്ചെക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഇറങ്ങിപ്പോന്നത്. അല്ലാതെ ഞാൻ പോരൂലമ്മ. ഈ ചെറിയ കാര്യത്തിനാണ് ഇജ്ജ് ഇങ്ങോട്ട് പോന്നിക്കണത്. തിരക്കും പടമൊക്കെ എല്ലാ പേരന്റെ ഉള്ളിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടേ പെട്ടി കണക്കെടുത്തിട്ട് ഇങ്ങോട്ട് മണ്ടല്ല ചെയ്യ. അതൊക്കെ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് മാറുന്നതുള്ളൂ. ഞാൻ പോണില്ലമ്മ. എന്റെ റബ്ബേ, എന്റെ കുടുംബങ്ങളെ അയൽക്കാരൊക്കെ മൂത്തിഞ്ഞ് ഞാൻ എങ്ങനെ നോക്ക? ഓരോടൊക്കെ എന്താ ഞാൻ പറയാ? ഓലൊക്കെ എന്തുവാണേലും പറഞ്ഞോട്ടെ, ഞാൻ പോവൂല. ഈ പെണ്ണുങ്ങിതെവിടെ? ഇജ്ജ് ഇവിടെ ഇങ്ങനെ ഫോണിലും കളിച്ചിരിക്കാണല്ലേ? ഞാനൊന്നും മനസമാധാനത്തോടൊന്നും ഇരിക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഉമ്മയുടെ കുട്ടി അവിടെ ഓരോ കാരണങ്ങളും പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിക്കണത്. ഈ ഫോണുമ്മൊക്കെ ഇങ്ങനെ ഇരുന്ന് തോണ്ടി കളിച്ചാൻ വേണ്ടിട്ട്. അവിടെ അതൊന്നും നടക്കണുണ്ടാവില്ല അല്ലെ? പെരന്റെ ഉള്ളില് പനിയോളേക്കാരേ. ഉമ്മങ്ങളൊന്ന് പോവും ഉമ്മ. എനിക്ക് ഒരു സ്വൈര്യം തരിങ്ങള്. ഞാൻ ഒന്നും പറയുന്നില്ല. ഇജ്ജ് എന്താട്ട് ചെയ്ത ഇജ്ജായി എന്റെ പാടായി. എന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. പറയടി. എന്താ എന്റെ പാടി? അവിടുന്ന് പോന്നോ? ഞാൻ പോന്നടി. അല്ല ഈ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞ്? എന്റെ അയൽവാസിയല്ലേ എന്റെ അമ്മായി. അമ്മായി ഉണ്ടല്ലോ അവിടെ. എന്താ എന്റെ പെരക്കാരൊക്കെ പറയണത്? ഓലെന്താ പറഞ്ഞ്? പെരക്കാരെന്ത് പറയാനാ മോളെ? ഞാൻ അവിടുന്ന് പോന്നേന് ഇന്ന് കൊറേ ചീത്ത അറിഞ്ഞ്. ഉമ്മാക്ക് ഇഞ്ഞു ഞാൻ ആണ്ട് പോണം തന്നെയാണ് ആഗ്രഹം. എന്താ എന്റെ പെരക്കാരിങ്ങനെ? ഇജ്ജ് അവിടുത്തെ അവസ്ഥ പറഞ്ഞു കൊടുത്തില്ലേ? ഞാൻ എന്ത് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവര് വിശ്വസിക്കണില്ല. ഓലൊക്കെ വിശ്വസിച്ചോളും. ഇജ്ജ് പോവൊന്നും വേണ്ടട്ടോ ഞാണ്ട്. ഓൻ പിന്നെ എന്തേലും വിളിക്കെന്തേലും ചെയ്തീന്നാ? എന്താ ഞാൻ എന്റെ എന്താ അഭിപ്രായം? പറയപ്പോ? അറിയൂല. ഞാൻ അവിടെ നിക്കാൻ പറ്റാത്ത കാരണം ഞാൻ അങ്ങോട്ട് പോണത്. ഒക്കെ ശരിയാവടി. ഇജ്ജ് ക്ഷമിക്ക്. നമ്മക്കല്ലേ ഇത് മനസ്സിലാക്കൂ. എന്നാ ശരിയടി, ഞാനേ പിന്നെ വിളിക്കാം. ആയിക്കോട്ടെ, എന്നാ പിന്നെ വിളിക്കാം. നേരത്തിന് ഭക്ഷണമൊക്കെ കഴിക്കട്ടോ. ഞാൻ കഴിച്ചോളാം. ശരി. റുക്കിയ, റുക്കിയ. ജമീലേ, എന്താടി അന്നെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ? ഒന്നുമില്ലടി. എന്റെ മകള് വന്നുല്ലേ? ഞാൻ വരുന്നേ കണ്ടീന്ന്. ഓളെ മാപ്പിള വന്നിട്ടില്ലേ? ഒന്നും പറയണ്ട എന്റെ ജമീല. ആകെ മനുഷ്യൻ കുടുങ്ങിക്കണ്. ഇനിയിപ്പൊ മറച്ചു വെച്ചിട്ട് ഇപ്പൊ കാര്യമൊന്നും ഇല്ലല്ലോ. ഓള് ഇനി അങ്ങോട്ട് പോണില്ല പറഞ്ഞിട്ട് വന്നിക്കണ്. പോണില്ലാന്നോ? എന്താ അറിയില്ല. ഓൻ തല്ലേ ചീത്ത അറിയ എന്തൊക്കെയാ ചെയ്തിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അതാ വന്നിക്കണ്. ഇനിയിപ്പൊ എങ്ങനെ ഞാൻ ആൾക്കാരെ മുഖത്ത് നോക്കാന്ന് എനിക്കറിയില്ല. എന്റെ കുടുംബങ്ങൾ ഇപ്പൊ വീട്ടിൽ തുടങ്ങും ഒക്കെ അറിഞ്ഞിട്ട്. എന്താ കാട്ടുക എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഒന്നും ഇറങ്ങാത്ത. ഓള് വന്നേ മുതൽ ഞാൻ ഒത്തന്നെയാണ്. ഇന്ന് രാവിലെ ഇപ്പൊ വന്നത്. ഉച്ച കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒക്കെ എന്തോ ആൾക്കാരൊക്കെ കണ്ടില്ലേ ഓൾ ഒറ്റയ്ക്ക് വരുന്നേന്നുള്ള ഒരു ഇത്. ചെറിയ ചെറിയ തിരക്കും പടക്കെ എല്ലാ പേരന്റെ ഉള്ളിലും ഉണ്ടാവും. അത് വിചാരിച്ചിട്ട് ഈ ബന്ധാണ്ട് വേർപെടുത്തല. ഞാൻ എങ്ങനെയടി ആൾക്കാരെ മുഖത്തൊക്കെ നോക്ക?
ഓള് ഇന്നെ കുറിച്ചൊന്നും ഓർക്ക പോലും ചെയ്തില്ലല്ലോ അവിടുന്ന് പോരുമ്പോ. ആ ഒരു വിഷമമുള്ള നിക്ക്. ആരവിടെ വന്നിക്കണ്? ഉമ്മാനോടല്ല വർത്താനം പറഞ്ഞേക്കാണ്ടല്ലോ. ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. ചെറിയ കാരണം കിട്ടുമ്പോത്തിന് ഓൽക്ക് ഇനി ഓന്റെ പിന്നാലെ ജീവിക്കാൻ വയ്യാന്നുള്ള ലെവലിലേക്കാണ് എല്ലാ മക്കളെയും അവസ്ഥ. അതിനെഞ്ച് എങ്ങനെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞേക്കാൻ നോക്ക്. ഞാൻ ആൾക്കാരെയൊക്കെ കടം വാങ്ങിയിട്ട് ഞാൻ ഓളെ കെട്ടിച്ച് അതിന്റെ കടും കൂടി ഫുള്ള് വീടിയിട്ടില്ല ജമീല. ഇനി എങ്ങനെ ഞാൻ ഞാക്ക് വീട്ടുക? പിന്നെ അത് മാത്രല്ല ആൾക്കാരുടെ മുന്നിൽ ഞാൻ എങ്ങനെ നോക്കിക്ക അത് ആലോചിച്ചിട്ടാണ്. കടൊക്കെ പിന്നെ വീട്ട എങ്ങനെയും ഞാൻ ആൾക്കാരുടെ മുന്നിലൊക്കെ ഞാൻ നോക്ക. ഇക്കാരാലോചിച്ച് കടമൊക്കെ വാങ്ങിയിട്ടാണ് കെട്ടിച്ച് പറഞ്ഞയച്ചേക്കണെന്നുള്ളതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞേക്കാൻ നോക്ക. അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞാളാ. ഇജ്ജ് ആൾക്കാരെ മുന്നിൽ ഇജ്ജ് എങ്ങനെയും നടക്കുക. ഇനി എല്ലാവർക്കും ഇനി ഒരു കളിയാക്കി വർത്താനേക്കാരം. ഇജ്ജ് കരണ്ടടി ഒക്കെ ശരിയാവും. ഇജ്ജൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ മതി. കരയല്ലടി, ഒരു സങ്കടം കൊണ്ട് പറഞ്ഞ ഇജ്ജ് ഇങ്ങോട്ട് കേറിയിരിക്കേ. ഇല്ലടി ഞാൻ പോട്ടെ, ഞാൻ ഈ പണിയിലായിരുന്നു. അപ്പൊ അന്നെ ഇങ്ങോട്ടൊന്നും കാണാനില്ല. അത് കാരണം ഞാൻ വന്നു നോക്കിയതാണ്. ഞാൻ ഇനി പിന്നെ വരണ്ടിട്ടോ. എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിട്ട് പറഞ്ഞേക്കാൻ നോക്കാം. എന്നാ പിന്നെ വായെന്നാല് നോക്കട്ടെ, എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞേക്കാനേ. ഇനി എന്താണാവോ ഇഞ്ഞോള് കാട്ടണക്ക് അറിയില്ല. എങ്ങനെയും അവളെ പറഞ്ഞയക്കന്നെ വേണം. എന്നായിക്കോട്ടെട്ടാ. എനിക്കറിയാലോ അവൾ ഒറ്റക്ക് വന്നതിനുള്ള കാരണം എന്താന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതന്നെയാണ് ഞാൻ. ഈ പെണ്ണിനെ എന്ത് പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞേക്ക അറിയില്ല. ഈ ഇവിടുന്ന് നീച്ചില്ലേ? എന്തേലും വന്ന് കുടിച്ചോക്കാം. കുട്ടി എന്തേലും തിന്നേ കുടിച്ചേ ചെയ്തിട്ട് പോവാൻ നോക്ക്. പ്രശ്നങ്ങളൊക്കെ തീർന്നോളൂ. അങ്ങനൊക്കെ തന്നെയാണ് ജീവിതമൊക്കെ. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ. അത് എനിക്ക് പറഞ്ഞാ മനസ്സിലാവായിട്ട്. എമ്മൊക്കെ എന്തെല്ലാം സഹിച്ചിട്ട് അവിടെ വന്ന് നിക്കണെന്ന് അറിയാം എനിക്ക്. നിങ്ങൾ എന്താ ഇമ്മ ഈ പറയുന്നത്? എന്നെ കൊണ്ട് പറ്റായിട്ടില്ല ഞാൻ അവിടുന്ന് പോന്നിക്കണത്. എനിക്ക് അവിടെ നിക്കാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിക്കൂല. എന്റെ ഉമ്മാനെ ഇങ്ങനെ ഇടങ്ങറാക്കാൻ ഞാൻ വരൂലല്ലോ. ഇത് കണ്ടങ്ങള് അയാൾ എന്നെ കാട്ടിയതാണ്. ഇതൊക്കെ ഞാൻ ആരോടാ ഞാൻ പറയാ? എന്നുവെച്ചാ അവിടെ ഇരുന്നോ. ഹലോ, ആരാണ്? ഉമ്മ, ഞാനാണ് റംഷി. മോളെ പറയടി. ഓള് വന്നിക്കണല്ലേ? ഓള് വന്നിക്കണ്. ഓളെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? അവിടെ ഉണ്ടായതൊക്കെ. ഓള് പറഞ്ഞെന്താ തല്ലണുണ്ട്, ചീത്ത പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞേ. ഞാൻ ഇപ്പൊ ഓളോട് പറയാ ഇജ്ജ് പൊയ്ക്കോന്ന്. എന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യം? കൊറേ പ്രശ്നങ്ങളൊക്കെ എല്ലാ പെരയിലും ഉണ്ടാവും. ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറുന്ന് ഞാൻ ഓളോട് പറഞ്ഞീന്ന്. ഓൻ നല്ല കള്ള് കുടിക്കുമല്ലോ. കള്ളു കുടിക്കേ? കള്ളുടിച്ച് വന്നിട്ടൊക്കെയാണ് തല്ലണത്. എൻ്റെ അമ്മായി ഉണ്ടോളെ അയൽവാസിയിൽ. എൻ്റെ അമ്മായി പറയും എന്നോട് ഭയങ്കര കഷ്ടമാണ് ഓളടുത്ത ജീവിതം എന്ന് പറഞ്ഞ്.
റബ്ബേ, എന്റെ കുട്ടി ഇങ്ങനൊക്കെ സഹിച്ചിട്ടാണ് അവിടെ നിന്നീന്നത്. എന്റെ കുട്ടി വന്നേ നന്നായുള്ളൂ, ഇല്ലെങ്കിൽ എന്റെ കുട്ടിയുടെ മയ്യത്ത് എനിക്ക് കാണേണ്ടി വന്നീന്. ഇനി എന്തായാലും നിങ്ങൾ ഓളെ അങ്ങോട്ട് പറഞ്ഞേക്കരുത് കേട്ടോ. ഓൻ നല്ല ഉപദ്രവിച്ചിരിക്കണ ഓളല്ലാതെ ഓൾ ഇങ്ങോട്ട് കയറി വരൂല. മോള് വിളിച്ച് പറഞ്ഞത് നന്നായുള്ളൂ, അല്ലെ എന്റെ കുട്ടീനെ ഇപ്പൊ ഞാൻ പറഞ്ഞയച്ചിന് നിർബന്ധിച്ചിട്ട്. മോളെ, എന്റെ കൂട്ടുകാർക്ക് റംഷി വിളിച്ചിന്ന് എനിക്ക്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് എന്തമ്മാ ടിമ്മാനോട് ഇങ്ങനൊന്നും പറയാത്ത? പിന്നെ അയാളെ ചവിട്ടും തൊഴും കൊള്ളാൻ വെച്ചമ്മ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോന്നിക്കണേ. അല്ലെ ഉമ്മ ഞാൻ വരൂല. ഞാൻ അവിടെ നിക്കാൻ എന്തുകൊണ്ടാന്നറിയോ? എനിക്ക് അയാളെ കൈ കൊണ്ട് മരിക്കാൻ പേടിയായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ചാവും, അയാൾ എന്നെ കൊല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോന്നേ. ഇനി എന്താ ഞാൻ കാട്ടേണ്ടത്? ഇനി എന്റെ ജീവൻ കഴിയുന്നില്ല. ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. എന്റെ അമ്മക്ക് ഞാൻ ഒരു ഭാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇവിടെ നിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇമ്മക്ക് ഞാൻ ഇവിടെ വരാതിരിക്കാനല്ലേ, അത്രല്ലേ വേണ്ടുള്ളൂ. അത് ഞാൻ ചെയ്തോളാം. മാട്ടി അവിടുന്ന് പോകുന്ന തന്നെ നന്നായുള്ളൂ, അല്ലെ ഇമ്മയുടെ കുട്ടീനെ ഉമ്മക്ക് ജീവനോടെ കാണാൻ പറ്റുമോ? മാട്ടി കരണ്ടട്ടാ, നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇനി മാട്ടി ഓന്റെ പിന്നാലെ പോണ്ട, ഇവിടെ തന്നെ നിന്നോ. ഇതാണ് എന്റെ പേര, അനക്ക് ഞാൻ ഇല്ലേ? അനെ മരിക്കോളം അമ്മ നോക്കിക്കൊണ്ട്. എന്റെ കുട്ടി ഞാണ്ട് പോണ്ട.